പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. ഉപ്പിൽ വീണ പല്ലി എങ്ങനെയിരിക്കും? പല്ലിയെ പിടിക്കണം. എങ്ങനെ പിടിക്കും? മുറിയിലാകെ അവൻ കണ്ണോടിച്ചു. ഒരൊറ്റ പല്ലി പോലുമില്ല. മുറി നിറയെ പല്ലികളുണ്ടായിരുന്നു. ആവശ്യം വന്നപ്പോൾ ഒരെണ്ണം പോലുമില്ല. കൊച്ചു നീലാണ്ടൻ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. അച്ഛൻ്റെ ഫോട്ടോവിൻ്റെ പിന്നിൽ അതാ ഒരു പല്ലിയിരിക്കുന്നു. നിലത്തുനിന്നും എത്തില്ല. നല്ല ഉയരത്തിലാണ് ഫോട്ടോ. അടുക്കളയിൽ നിന്ന് സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്നു. സ്റ്റൂളിന്മേൽ കയറി നിന്നു. എത്തുന്നില്ല. അല്പം കൂടി സ്റ്റൂളിന് ഉയരമുണ്ടായിരുന്നെങ്കിൽ. അടുക്കള മൂലയിലിരിക്കുന്ന ചിരവമുട്ടിയുടെ കാര്യം അപ്പോഴാണ് കൊച്ചു നീലാണ്ടന് ഓർമ്മ വന്നത്. സ്റ്റൂളിൽ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. ചിരവമുട്ടിയെടുത്ത് മുറിയിൽ തിരിച്ചെത്തി. സ്റ്റൂളിന്മേൽ ആ മുട്ടിയെടുത്ത് വെച്ച് കയറി നിന്നു. ബഹുഭാഗം. പല്ലി ഫോട്ടോവിൻ്റെ പിന്നിലാണ്. ആദ്യം നല്ലപോലെ ഒന്ന് കാണണം. എന്നിട്ടേ പിടിക്കാൻ നോക്കാവൂ. പഹയൻ ഓടി രക്ഷപ്പെട്ടാൽ കാര്യം കുഴപ്പമാണ്. കൊച്ചു നീലാണ്ടൻ ഫോട്ടോവിൻ്റെ പിന്നിലേക്കൊന്ന് ചെരിഞ്ഞു നോക്കി. ചിരവമുട്ടി ഒന്നിളകി. പടപടാ ഠുൺ ഠുൺ ഠുൺ. ചിരവയും സ്റ്റൂളും അവനും ഒന്നിച്ചു താഴെ വീണു. കൊച്ചു നീലാണ്ടൻ കൊട്ടിപ്പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. വലത്തെ കാലിന് എന്തോ കുഴപ്പം. വേദനിക്കുന്നു. ഉളുക്കുന്നുണ്ട്. തല ചുറ്റുന്നുണ്ടോ? ഇല്ല. ഒരു തോന്നൽ മാത്രമാണ്. ശബ്ദം കേട്ട് അച്ഛൻ്റെ അമ്മാവനും കൊച്ചു നീലാണ്ടൻ്റെ അമ്മയും പാഞ്ഞെത്തി. എന്തു പറ്റി? എങ്ങനെ വീണത്? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അച്ഛൻ്റെ അമ്മാവൻ അവനെ എഴുന്നേൽപ്പിച്ചു. അയ്യോ! വലതുകാൽ നിലത്തൂന്നിയപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്തിരുന്നു. കാലൊടിഞ്ഞോ ആവോ? അമ്മ നെഞ്ചത്ത് കൈവച്ചു. ലേശം തൈലം കൊണ്ടുവാ, കാരണവർ ആവശ്യപ്പെട്ടു. തൈലം പുരട്ടി ഒഴിഞ്ഞു. കൊച്ചു നീലാണ്ടൻ വേദന സഹിക്ക വയ്യാതെ നിലവിളിച്ചു. ഇനി എഴുന്നേറ്റ് നിൽക്ക്, കാരണവർ കൽപ്പിച്ചു. കൊച്ചു നീലാണ്ടൻ ഒരുവിധം എഴുന്നേറ്റ് നിന്നു. എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല. കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഒരു ചതവ് പറ്റിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മാറും. വൃദ്ധൻ സമാധാനിപ്പിച്ചു. എല്ലിനൊന്നും പറ്റിയിട്ടില്ല. ഓവോ! അച്ഛൻ്റെ അമ്മാവാ? കൊച്ചു നീലാണ്ടൻ വേദന സഹിക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റിച്ചാൽ തന്നെ എന്താ? എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. ഒരൊറ്റ പ്രാവശ്യം അത് സേവിച്ചാൽ ഒടിഞ്ഞ എല്ല് യോജിക്കും, കാരണവർ പറഞ്ഞു. എന്ത് മരുന്നാണത്? കൊച്ചു നീലാണ്ടൻ്റെ അമ്മ ചോദിച്ചു. പുതിയ ഒരുതരം മരുന്നാണ്. കൗക്കൗ മരുന്ന് എന്നാ അതിൻ്റെ പേര്, അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. കൊച്ചു നീലാണ്ടന് കരച്ചിൽ വന്നു. പരിഹസിക്കാനും പകരം വീട്ടാനും കണ്ട സമയം. കൗക്കൗ മരുന്ന്. വല്ലാത്തൊരു പേര്. എന്തായാലും അത് ലേശം ഉണ്ടാക്കി കൊടുക്കണം, അമ്മ പറഞ്ഞു. കൊച്ചു നീലാണ്ടൻ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ പല്ലിറുമ്മി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി. തൊരട